6 മനുഷ്യരുടെ കൈകളും കാലുകളും മറ്റ് ശരീരാവശിഷ്ടങ്ങളും മുതലയുടെ വയറ്റിൽ നിന്ന് കീറിയെടുക്കേണ്ടുന്ന അവസ്ഥ. ഞെട്ടണ്ട, ഇത് സംഭവിച്ച കാര്യം തന്നെയാണ്. നമ്മുടെ ഇവിടെയല്ല, ജോഹന്നാസ്ബർഗിലാണ്. പക്ഷേ കേട്ടിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇത്. ദക്ഷിണാഫ്രിക്കയിലെ കൊമാറ്റി നദീതീരത്ത് നിന്ന് പിടികൂടിയ കൂറ്റൻ മുതലയുടെ വയറ്റിൽ നിന്നാണ് ഇത്രത്തോളം ശരീരാവശിഷ്ടങ്ങളും ഒക്കെ ലഭിച്ചത്. കൂടെ 6 ഷൂസും ലഭിച്ചു. ഇതോടെ സംശയം ഇരട്ടിച്ചു. ഈ 6 പേരെയും മുതല കഴിച്ചതാണോ? അങ്ങനെയെങ്കിൽ ആ നഗരത്തിന്റെ പ്രദേശത്ത് നിന്നുള്ള പലരെയും 6 പേരെ ഈ മുതല ഭക്ഷിച്ചിരിക്കാമല്ലോ. ഇതിന്റെ സംഭവവും അന്വേഷണവും കാര്യങ്ങളും ചുരുളഴിയുന്നത് വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് കാണാതെയായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനിടെയാണ്. കൊമാട്ടി നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതെയായ 51കാരനായിട്ടുള്ള ഗബ്രിയേൽ ബാറ്റിസ്റ്റയെ കാണാതെയായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മുതലയെ കണ്ടെത്തുന്നതും വയറ് പരിശോധിക്കുന്നതും. നമ്മളെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു തിരച്ചിൽ നടക്കുന്നത്. കാണാതെയായ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വ്യോമസേനയുടെ സഹായത്തോടു കൂടിയാണ് തിരച്ചിൽ നടത്തിയത് മുഴുവൻ. മുതലകൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഭാഗം, കൊമാട്ടി നദിയുടെ സമീപ പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗബ്രിയേലിനെ മുതലകൾ പിടിച്ചിട്ടുണ്ടാകാമെന്നുള്ള സംശയം ആദ്യം മുതലേ തന്നെ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം നീണ്ട അന്വേഷണമാണ് നടന്നത്. അങ്ങനെ അന്വേഷണവും നിരീക്ഷണവും ഒക്കെ നടത്തിയതിനൊടുവിലാണ് നദീതീരത്തോട് ചേർന്ന് അസാധാരണമായിട്ടുള്ള ഒരു രീതിയിൽ മുതല കിടക്കുന്നത് കാണുന്നത്. അനേകം മുതലകളുണ്ട്, എന്നാൽ കൂട്ടത്തിൽ ഈ മുതല മാത്രം അസാധാരണമായ രീതിയിൽ ദിവസങ്ങളോളം അനങ്ങാതെ കിടക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു ചോദ്യത്തിലാണ് ഈ മുതലയെ കീറിമുറിക്കുന്നതിലേക്ക് എത്തുന്നത്. അത്രത്തോളം സംശയം തോന്നാൻ കാരണം താഴ്ന്നു പറക്കുകയാണ് ഹെലികോപ്റ്റർ. ഈ നദീഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ദുരൂഹമായ രീതിയിൽ കാണുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ അവിടെ പരിശോധിക്കാം എന്നുള്ള രീതിയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഹെലികോപ്റ്റർ വളരെ താഴ്ന്നു പറക്കുന്നുണ്ട്. ഈ താഴ്ന്നു പറന്നിട്ടും ഈ മുതലയ്ക്ക് യാതൊരു അനക്കവുമില്ല. സാധാരണ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ മുഴുവൻ ആകെ അങ്കലാപ്പിലായി. എന്തുകൊണ്ടാണ് ഈ മുതല അനങ്ങാതെ ഇരിക്കുന്നത്? ജീവനുണ്ട് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അനങ്ങാതെ കിടക്കുമ്പോൾ ഒരുപക്ഷെ ജീവനറ്റ് കിടക്കുന്നതായിരിക്കാം. എന്നാൽ ഈ മുതലയ്ക്ക് ജീവനുണ്ട് എന്ന് കൂടി അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നു. എന്നാൽ എന്തോ കാര്യമായിട്ട് കഴിച്ച് തീരെ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നുണ്ട്. പിന്നീടാണ് പിടികിട്ടിയത് ഇതിൽ എന്തോ കാര്യമുണ്ട്, ഭക്ഷണ സാധനം കഴിച്ച് അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ് എന്നുള്ളത്. തുടർന്ന് എയർലിഫ്റ്റ് ചെയ്ത് മുതലയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഗബ്രിയേലിനെ മുതല ആഹാരമാക്കിയോ എന്നുള്ളത് തന്നെയായിരുന്നു ആ സമയം മുതൽ, ഈ മുതലയെ കണ്ടെത്തി സംശയം തോന്നിയ സമയം മുതൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സംശയം കടുത്തതായതുകൊണ്ട് തന്നെ ആഹാരമാക്കിയോ ഗബ്രിയേലിനെ എന്നുള്ള സംശയം കടുത്തതോടുകൂടി അതിനെ കൊല്ലാൻ അനുമതി തേടി. അനുമതി ലഭിച്ചതോടുകൂടിയാണ് 15 അടി നീളമുള്ള മുതലയുടെ വയറ് കീറി പരിശോധിക്കുന്നത്. ഈ പരിശോധനയിലാണ് ഈ കൈകാലുകളും മറ്റ് ശരീര അവശിഷ്ടങ്ങളും ഷൂസും 6 ജോഡി ഷൂസും ഒക്കെ ഈ മുതലയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തുന്നത്. 2 കൈകൾ കിട്ടുന്നു, വാരിയലിന്റെ ഭാഗം കിട്ടുന്നു, കുറച്ച് മാംസ കഷ്ണങ്ങൾ കിട്ടുന്നു, ഷൂസ് ലഭിക്കുന്നു, വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ലഭിക്കുന്നു. അന്വേഷണ സംഘം സത്യത്തിൽ പകച്ചുപോയി. ഇത്രത്തോളം വില്ലനായ ഒരു മുതല ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും കീറി മുറിച്ച് ഇത്രയും കാര്യങ്ങൾ കണ്ടതോടുകൂടി ഇതിലെ ഏതെങ്കിലും ഒരു ശരീരാവശിഷ്ടം ഗബ്രിയേലിൻ്റെതാണോ എന്നുള്ള സംശയമുണ്ടായി. കാരണം ഒരു കൈവിരലിൽ മോതിരം കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ഗബ്രിയേലിൻ്റെ കയ്യിലെ മോതിരത്തിനോട് സമാനമായ രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മറ്റ് ശരീരാവശിഷ്ടങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഗബ്രിയേലിനെ ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മുതല ഭക്ഷിച്ചിരുന്നതായിരിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തുന്നത്. എന്തു തന്നെയായാലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജോഹന്നാസ്ബർഗിലെ ഉദ്യോഗസ്ഥർ.